ധന്യ ഇപ്പൊ ഈ മാങ്ങാണ്ടി വാർത്തകളിലും അല്ലാണ്ട് പ്രചരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ തന്നെ ഉദ്ദേശിച്ചാണ് ആ വാർത്തകളൊക്കെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മലയാള മനോരമയുടെ ഈ വിപണി തന്ത്രം വളരെ ഞെട്ടിക്കുന്നതാണ് കേട്ടോ. കാര്യം എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ അതിനെ പരമാവധി അത് പ്രയോജനപ്പെടുത്താൻ മനോരമ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ വന്ന ഒരു വെറും 30 മിനിറ്റ് മുമ്പ് മാത്രം അവർ പ്രസിദ്ധീകരിച്ചൊരു വാർത്തയാണ്. സംഭവം മാങ്ങാണ്ടി വലിച്ചെറിയല്ലേ, പ്രതിരോധ ശേഷി കൂട്ടും ഭാരം കുറയ്ക്കും. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മളെല്ലാവരും മാങ്ങ കഴിക്കും, എന്നാൽ മാങ്ങയുടെ വിത്തായ മാങ്ങാണ്ടി വലിച്ചെറിയാറാണ് പതിവ്. ഇങ്ങനെ എത്രയോ കാലങ്ങളായി വലിച്ചെറിയുന്ന മാങ്ങാണ്ടിക്ക് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കില്ല. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് മാങ്ങാണ്ടി. വൈറ്റമിനുകളും ധാരാളം, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടി അണുബാധകളെ തടയാൻ ഇവയ്ക്ക് കഴിയും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുക തുടങ്ങി ആരും അറിയാത്ത പല ഗുണങ്ങളും മാങ്ങാണ്ടി നൽകുന്നു. അപ്പോൾ മാങ്ങയുടെ വിത്ത് എന്ന് പറയേണ്ട കാര്യമില്ല. ഈ മാങ്ങാണ്ടി എന്നും പലവട്ടം പറയുന്നത് കൊണ്ട് അതായത് ആരുടെ ശവപ്പെട്ടിക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ വരെ മനോരമ ട്രോളി എന്നുള്ളതാണ്. ഇപ്പോ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീട്ടിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച്, അതായത് രാഹുലിന്റെ ഈ പിന്നെ എന്താ പറയുക, ഇതൊക്കെ കോലം കത്തിച്ചുകൊണ്ട് അടൂരിലെ വീട്ടിലേക്ക് DYFI ആണ്. അവർക്ക് പ്രതിഷേധിക്കാൻ അവർക്ക് വലിയ അവകാശം ഉണ്ടല്ലോ. അവർ വ്യാപക പ്രതിഷേധവുമായി വീട്ടിലേക്ക് പോകുന്നു. സതീശൻ കൈവിട്ടു, കെ സുധാകരൻ കൈവിട്ടു. അതായത് മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നാണ് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളെ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജിവെക്കാനാണോ അല്ലെങ്കിൽ തന്നെ ഇതാരെങ്കിലും കെട്ടിച്ചമച്ചതാണെന്ന് പറയാനാണോ, തന്നെ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചതാണെന്ന് പറയാനാണോ, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടൂരിലെ വീട്ടിലേക്കാണ് പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ കൊടിയൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു രാജിവെക്കും. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്നാണോ അതോ MLA സ്ഥാനമാണോ? അതാണ് അതിന്റെ ഒരു ഉത്തരത്തിലാണ് രാഹുൽ മാധ്യമങ്ങളെ കാണുന്നത്. കാരണം മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ടോ? ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇനി ഉണ്ടായാൽ അതിനെ ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള സഹനശക്തി പാലക്കാടിലെ ജനങ്ങൾക്കുണ്ടാകില്ല എന്നുള്ളത് വാസ്തവമാണ്. അതുമാത്രമല്ല, ഇനി അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നിലം തൊടാതെ പൊട്ടും എന്നുള്ള കാര്യവും നിസ്സംശയം പറയാം. അത് ആ പൊട്ടൽ അവിടെ നിൽക്കില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആ പൊട്ടൽ നീണ്ടു നിൽക്കാനാണ് സാധ്യത. ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ അനുഭവം ഉണ്ടല്ലോ, സോളാർ കേസ് വന്ന് സരിത എസ് നായർ നടത്തിയ വെളിപ്പെടുത്തലാണ് UDF സർക്കാരിന് ഒരു തുടർഭരണം താരതമ്യേന. രാഹുൽ രാജിവെച്ചിരിക്കുന്നു കേട്ടോ. രാജിവെച്ചു. നാണം കെട്ട് പടിയിറക്കാം. രാജിവെച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനിൽ നിന്നാണോ അതോ MLAയിൽ നിന്നാണോ? MLAയിൽ നിന്നാണോ എന്നാണോ എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ രാജിവെച്ചു എന്നുള്ളത് കേൾക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ ഞാൻ പറഞ്ഞത് തന്നെ, പാലക്കാട് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുക അവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ഏതായാലും മാങ്കൂട്ടത്തിൽ ആരാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായത് അവരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ അതിനുള്ള മറുപടി കൊടുത്തുള്ളൂ. അതുവരെ കാത്തിരിക്കാൻ അവർ സന്നദ്ധമായേക്കും. ഒരു തെരഞ്ഞെടുപ്പ് കൂടി സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കി അല്ലെങ്കിൽ നമ്മുടെ തന്നെ നികുതി പണം ഉപയോഗിച്ച് ഇമാതിരി കോഴിത്തരം കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി സഹിക്കേണ്ട ബാധ്യത അതുകൂടി ജനങ്ങൾ സഹിക്കണം എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല. ഏതായാലും മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 6-7 മാസം കൂടിയേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അപ്പൊ അത് ഇത്രയും നാണം കെട്ട ഒരു മനുഷ്യൻ എങ്ങനെയാണ് മണ്ഡലങ്ങളിൽ പോകുന്നത്, ജനങ്ങളെ കാണുന്നത്? കാണണ്ടല്ലോ, ഇനി വീട്ടിൽ ഇരുന്നാൽ മതി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാരും ഓടിച്ചിട്ട് തന്നെ. അതുപോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പെട്ടെന്നൊരു സ്ത്രീ വരുന്നു, ഒരു അഭിമുഖം കൊടുക്കുന്നു. രാവിലെ പിന്നെ പ്രേമലാലിട്ട പറഞ്ഞല്ല, ചിലപ്പോൾ ചിന്തിക്കാതെ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും എന്തോ ഒരു അജണ്ട വെച്ച് നീങ്ങുന്നത് പോലെ തോന്നുന്നു. പിന്നീട് അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. അതിന് പിന്നാലെ പല ആളുകൾ രംഗത്ത് വരുന്നു. ഇതൊരു ഫാബ്രിക്കേറ്റഡ് പിന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇത് എവിടെയോ ഫാബ്രിക്കേറ്റ് ചെയ്തതുപോലെ നമുക്ക് തോന്നുന്നില്ല. ഒരു ഗൂഢാലോചനയില്ല, കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ്. അതായത് ഒരു ട്രിഗറിംഗ് പോയിന്റ് വേണമല്ലോ. ഈ ഒരു സാധനം പൊട്ടിത്തെറിക്കാനായിട്ട് ഒരു ട്രിഗറിംഗ് പോയിന്റ് വേണം. അതിൽ ആ റിനി എന്ന് പറയുന്ന ഇപ്പോൾ സിനിമയിലേക്ക് വന്ന മുൻ മാധ്യമ പ്രവർത്തകർ റിനി ആൻഡ് ജോർജ്, അവർ ഒരു ട്രിഗറിംഗ് പോയിന്റ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ സമാന അനുഭവമുള്ള പലരും ഉണ്ടായിരുന്നു. അവർ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ ഞങ്ങളുടെ ശബ്ദം ഒറ്റപ്പെട്ടു പോയാൽ ആക്രമിക്കപ്പെടും, സംഘടിതമായി സൈബർ ആക്രമണം ഉണ്ടോ, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ട മാനസിക പിന്തുണ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പിന്തുണയൊക്കെ ലഭിക്കില്ല എന്നുള്ള ആശങ്ക ഇത്തരം പരാതിക്കാർക്കുണ്ട്. പക്ഷെ ആ സംഗതിയാണ് കാര്യം. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു
ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് വന്നു എന്ന് പറയുന്ന റിനി, അവരുടെ കരിയർ തന്നെയാണ്. കാര്യം ഈ സിനിമാ രംഗം എന്ന് പറയുന്ന ഏറെക്കുറെ പറയപ്പെടുന്നത് അവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമാകുന്നവർക്ക് കരിയറിൽ നിലനിൽപ്പുള്ളൂ, പ്രത്യേകിച്ച് വനിതകൾക്ക്. പക്ഷേ റിനി അവിടെ ഇത്തരം തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ അവരുടെ കരിയർ തന്നെ സിനിമാ മോഹം ഇനി ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് അവർ തുറന്ന് സമ്മതിക്കുകയാണ്, അല്ലെങ്കിൽ തുറന്നു പറയുകയാണ്. അപ്പോൾ അവരുടെ അവസരങ്ങളൊക്കെ കുറയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അപ്പോൾ തൻ്റെ കരിയർ കൂടി വേണ്ടെന്ന് വെച്ചിട്ടാണ് അവർ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അപ്പോൾ ഞാനതല്ല ആലോചിക്കുന്നത്. ഈ ഒരു വാർത്ത നമ്മൾ ആദ്യം കൊടുത്ത സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ഇരുന്ന് പറഞ്ഞതാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആ മാധ്യമ പ്രവർത്തകയെ വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല, ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇത്രയും പ്രഗത്ഭനായ, ഇത്രയും ആളുകളെ സ്വാധീനിക്കാൻ കഴിയുള്ള ഒരു ചെറുപ്പക്കാരനെതിരെ എന്തിനാണ് ഇല്ലാക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതൊക്കെ വെറും ഇല്ലാക്കഥകളാണ്. ഞാൻ ആ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, എന്തെങ്കിലും നിങ്ങളുടെ തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തരൂ, ഞാൻ മുഖം നോക്കാതെ വാർത്ത ചെയ്യും. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു തെളിവില്ല, ഇതൊക്കെ വെറും ഇതാണ്. ഇപ്പൊ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ വച്ചോ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജ്യ വച്ചോ എന്ന് ചോദിക്കുമ്പോൾ വച്ചോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ വച്ചിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. വെച്ച് പൊറപ്പിക്കുക, അടിച്ചു പുറത്താക്കണം എന്നെ അല്ലാണ്ട് സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെ രാജി ആവശ്യപ്പെട്ടു പരസ്യ പ്രതികരണങ്ങൾ പോലും ഉയർന്നു വരികയാണ്. എന്താണ് ഇതിന്റെ മറുപടി? ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും, ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി, AICC ജനറൽ സെക്രട്ടറിമാരുമായി, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്, ഒരു യുവനടിയുടെ ആരോപണങ്ങൾ വന്നുവെന്ന്. ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നുമില്ല. അവര് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അവരെൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ അടുത്ത കാലം വരെയും നല്ല കമ്മ്യൂണിക്കേഷൻ, ഈ അടുത്ത കാലം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല, വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ. ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെന്റെ സുഹൃത്താണ്, ഇപ്പോഴും അടുത്ത സുഹൃത്താണ്. അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും. അവരെന്നെ പറ്റിയിട്ടല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവരത് തുറന്നു പറയാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ലെങ്കിൽ പറയാമല്ലോ. ഞാൻ പറയല്ലേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സഹോദര. അപ്പോ അവര് എന്റെ പേര് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തിരിച്ചും മറിച്ചും അങ്ങയുടെ മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും അവർ എന്റെ പേര് നിമിഷം വരെ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ തുടക്കത്തിൽ ഇത് പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ മൈക്കിലൂടെ കേൾപ്പിച്ചിട്ടുണ്ട്. അത് കേൾക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പറയുന്നത് ഞാൻ രാജിവെച്ചിട്ടില്ല, ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ്. ആ പരാതി ഉന്നയിച്ച ആൾ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനല്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവർ തമ്മിൽ ഇപ്പോഴും നല്ല അടുത്ത സുഹൃത്തുക്കളാണ്. ഈ അടുത്ത കാലം വരെ മെസ്സേജുകൾ അയച്ചിരുന്നു. ഈ അടുത്ത ഈ ഫെബ്രുവരി വരെ അയച്ച മെസ്സേജിനെ കുറിച്ച് ആ പെൺകുട്ടി ഇന്നലെ കൃത്യമായി വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇനി ആരെ ബോധിപ്പിക്കാനാണ് ഈ എന്താ പറയുക, ഈ തീച്ചൂളയിൽ നിന്ന് ഈ വെള്ളം കോരി ഒഴിച്ച് കളി നാടകം എന്ന് എനിക്കറിയില്ല.